പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ 23 വർഷത്തെ പ്രബോധന കാലഘട്ടത്തിൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ സന്ദേശം, വിശുദ്ധ ഇസ്ലാം, നമ്മൾ ഉൾപ്പെടെ ലോകത്തിന് അന്ത്യദിനം വരെ ജനിച്ച് ജീവിക്കേണ്ട മുഴുവൻ വ്യക്തികൾക്കും എത്തിച്ചേരാൻ വേണ്ടി അനുഭവിച്ച പരീക്ഷണങ്ങളെയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട അനുഭവങ്ങളെയും ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടതുണ്ട്. ചുവന്ന പരവതാനികൾ വിരിച്ച് കൈകൊട്ടി ആവേശത്തോടെ സ്വീകരിച്ചുകൊണ്ടല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധന കാര്യങ്ങൾ നിർവഹിച്ചത് എന്നതും വിശ്വാസികൾ അവരുടെ നിലപാട് സ്വീകരിച്ചത് എന്നതും അറിയുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പല നിലക്ക് ആവശ്യമാണ്. റസൂലുള്ളാഹിയും സ്വഹാബത്തും അവരുടെ വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിൽ എന്തൊക്കെ അനുഭവിച്ചു എന്നതിൻ്റെ ഒരു ചുരുക്കം അറിയുമ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്നൊരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും സ്വീകരിച്ച ആ വഴി സ്വീകരിക്കുമ്പോൾ അത്തരം അനുഭവങ്ങളിലൂടെ നമ്മളിൽപ്പെട്ട ചിലരെങ്കിലും കടന്നു പോകുന്നുണ്ടാകും. അവർക്കതൊരു ആശ്വാസവും അതവർക്കൊരു സന്തോഷവും പകരുന്ന കാര്യമായിരിക്കും. അതോടൊപ്പം സത്യസന്ധമായ ദീനിന്റെ വശങ്ങൾ ഉൾക്കൊണ്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദീന് സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും കാലഘട്ടങ്ങളായി എടുത്ത നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുകളിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ ഇത്തരം ചില കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക വഴി ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കാനും തന്റെ സമീപനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താനും സാധിക്കും. നമ്മൾ ഉൾക്കൊണ്ട നിലപാടുകൾ വ്യത്യസ്തമായ ആംഗിളുകളിൽ നിന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ചിലപ്പോഴത് ഫാസിസ്റ്റ് ഭീഷണിയുടെ പേരിലായിരിക്കും. ഞാനിങ്ങനെ ഒരു ശരിയായ മുസ്ലിമാണ് എന്ന നിലയ്ക്ക് ജീവിച്ചാൽ എന്റെ ഓഫീസിൽ ED കയറുമോ, അതല്ലെങ്കിൽ ഞാൻ അരുങ്കൊല ചെയ്യപ്പെടുമോ എന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മളൊക്കെ കുറച്ചുകൂടി സുരക്ഷിതമായ ഒരു ഇടത്തിലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. അതല്ലെങ്കിൽ പുരോഗമനത്തിന്റെ പേരിൽ ഇതൊക്കെ ഇപ്പൊ ഇന്നത്തെ കാലത്ത് പറ്റുമോ, അങ്ങനെയും സത്യത്തിൽ നിന്ന് ഭ്രംശം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ നമ്മളൊരു മഹലിലും ഒരു നാട്ടിലൊക്കെ ജീവിക്കുമ്പോൾ ആ മഹലിനെയും നാടിനെയും അവിടുത്തെ ആൾക്കൂട്ടങ്ങളെയും കുടുംബങ്ങളെയും ഒക്കെ ഭയപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത്തരം ചുറ്റുപാടുകളിലൊക്കെ അതല്ലെങ്കിൽ ദീർഘകാലമായി തൗഹീദിന്റെ അതല്ലെങ്കിൽ നവോത്ഥാന സംവിധാനങ്ങളുടെ നടുക്ക് നിൽക്കുമ്പോൾ, അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആൾക്കൂട്ടവും കൂട്ടായ്മയും സംഘടനയും ലെറ്റർ പാഡും സീലും ഒക്കെ വലിയൊരു പ്രതിസന്ധിയായി ഫീൽ ചെയ്യാനുള്ള സാധ്യതകൾ ചിലപ്പോഴെങ്കിലും ഉണ്ടാകാറുണ്ട്. ഞാൻ പറയുന്നത് സത്യത്തെ ശരിയായി സംരക്ഷിച്ചു പോവുക എന്നത് ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ അനുഭവങ്ങളും വ്യത്യസ്തമായ സാഹചര്യങ്ങളും ആയിരിക്കും. എന്താണെങ്കിലും നമ്മുടെ സമയത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ഇന്നൊരു 13 പോയിന്റുകളാണ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും അനുഭവിച്ച ജീവിത അനുഭവങ്ങൾ, സത്യത്തിന് വേണ്ടി നിലകൊണ്ടപ്പോൾ അവർ കെടിക്കേണ്ടി വന്ന നിലപാടുകൾ, സഹനങ്ങൾ, പീഡനങ്ങൾ, മാനസിക സമ്മർദ്ദങ്ങൾ, അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. തീർച്ചയായും നമ്മൾ ഓരോ പോയിന്റും വരുമ്പോൾ നമ്മളുമായിട്ട് അതിനെങ്ങനെ റിലേറ്റ് ചെയ്ത് ചിന്തിക്കാൻ ശ്രമിക്കുക. ഒന്നാമത്തെ കാര്യം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ അത്താണിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ അവലംബവും അബൂ ത്വാലിബായിരുന്നു. വേര് വെട്ടാനാണ് അവർ ശ്രമിച്ചത്. അവരെല്ലാവരും വന്ന് അബൂ ത്വാലിബിനെ കണ്ടിട്ട് പറഞ്ഞു, ഇന്ന ഇബ്ന അഖാക ഖദ് സബ്ബ ആലിഹതന വആബ ദീനന, നിങ്ങളുടെ പിതൃവ്യപുത്രൻ, നിങ്ങളുടെ അനിയന്റെ മോൻ, പിതൃവ്യപുത്രനല്ല, നിങ്ങളുടെ സഹോദരന്റെ മകൻ ഞങ്ങളുടെ ഇലാഹുകളെ മുഴുവൻ ചീത്ത വിളിച്ചിട്ടുണ്ട്. ലാത്തനി ഉസ്സനെയൊക്കെ തെറി പറഞ്ഞ് നടക്കുകയാണ് അവന്. മാത്രല്ല ഞങ്ങളെ മതത്തെ അവൻ ആക്ഷേപിക്കുകയുമാണ്. ഫഇമ്മാ അൻ തകുഫഹു അന്നാ വഇമ്മാ അൻ തുഖല്ലി ബൈനനാ വബൈനഹു, ഒന്നുകിൽ നിങ്ങൾ ആ പരിപാടി നിർത്തിക്കണം. അവനെ കൊണ്ട് നാട്ടുംപുറത്തെ ഭാഷ അങ്ങനെ ശരിക്കും ഓർമ്മ വരും ചില ആൾക്കാർക്ക്. ഓനിപ്പതൊന്നും പറ്റൂല, അവൻ പുതിയ പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒരാൾ തൗഹീദിന്റെ വഴി ഉൾക്കൊണ്ടാൽ പറയുന്ന കാര്യമാണത്. ഒരാൾ ഇസ്ലാം സ്വീകരിച്ചാൽ കേൾക്കുന്ന കാര്യമാണത്. ഒരാൾക്ക് ജീവിതത്തിൽ ഇന്നലെ വരെയുള്ള ജീവിതം പറിച്ചെറിഞ്ഞ് സത്യസന്ധമായി ഉൾക്കൊണ്ട ഒരു ദീൻ ഉൾക്കൊണ്ടാൽ നമ്മളെ സ്വാധീനിക്കാവുന്ന, നമുക്ക് അയാൾ പറഞ്ഞാൽ കേൾക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന വ്യക്തിനെ പോയി കാണും. വ്യക്തിനെ പോയി കണ്ടിട്ട് സമ്മർദ്ദം ഉണ്ടാക്കും. ചിലപ്പോൾ അയാളുടെ അടുത്തേക്ക് 8ഉം 10 ജീപ്പൊക്കെ പോകും. എന്നിട്ട് നിങ്ങൾ എന്ത് പരിപാടിയാണ് ചെയ്തത് എന്ന് ചോദിക്കണ സാഹചര്യം ഉണ്ടാകും. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യൻ, അദ്ദേഹത്തിന്റെ എളാപ്പ അല്ലെങ്കിൽ മൂത്താപ്പ അവരോട് പറഞ്ഞു, ഞാൻ അവനോട് സംസാരിക്കാം, നിങ്ങൾ പോയിക്കൊള്ളി, അല്ലേ, ഞാൻ അവനോട് സംസാരിക്കാം. അപ്പൊ ആ വ്യക്തിയും വിശ്വസിക്കുന്നുണ്ട് എന്ത്, ഞാൻ പറഞ്ഞ അവൻ കേൾക്കും. കാരണം കുഞ്ഞായ നാളിൽ ജനിക്കണതിന് മുമ്പ് വാപ്പാനെ നഷ്ടപ്പെട്ടു. 6ാം വയസ്സിൽ അബവാ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച്
ഉമ്മ അങ്ങനെ മരിക്കുന്നത് ആ കുഞ്ഞ് കാണുകയാണ്. ഉമ്മന്റെ വായിൽ നിന്ന് നൊരയും വന്ന് കണ്ണു മലച്ചും അസ്തമിക്കുമ്പോൾ എന്റെ ഉമ്മ നഷ്ടപ്പെടുകയാണെന്നും എന്റെ ഉമ്മ ഉണ്ടാവൂലെന്നും ഇനി നാളെ എന്റെ ഉമ്മ ജീവിക്കൂലെന്നും പോലും അറിയാത്ത ഒരു അനാഥ ബാലനെ അന്നു മുതൽ ഏറ്റെടുത്ത ആളാണ് അബൂ ത്വാലിബ്. തൊഴിലേറ്റിയും കൈത്തണ്ടയിൽ ഇങ്ങനെ ഇട്ടും കളിപ്പിച്ചും ഒക്കെ അങ്ങനെ കൊണ്ടുവരുന്ന ആളാണ്. അപ്പൊ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നതായിരിക്കുമല്ലോ വിചാരിക്കുക. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇത് പറയുമ്പോ പ്രവാചകൻ പറയുന്നുണ്ട്, അബൂ ത്വാലിബിനോട് പറയുന്നുണ്ട്, എളാപ്പ നിങ്ങൾ എനിക്ക് തരുന്ന സംരക്ഷണം ഒഴിവാക്കിക്കോളൂ, എനിക്കതൊരിക്കലും മാറാൻ പറ്റില്ല. ചരിത്രത്തിലെ സൂക്ഷ്മമായ വായനയിൽ ആ റിപ്പോർട്ടുകൾക്ക് പ്രശ്നമുണ്ടെങ്കിലും ചരിത്രകാരന്മാരെല്ലാവരും ഒന്നിച്ചു ധരിക്കേണ്ട ഒരു വാചകമാണ് എന്തെന്നറിയോ? എന്റെ ഇടത്തെ കയ്യിൽ സൂര്യനെയും വലത്തെ കയ്യിൽ ചന്ദ്രനെയും വെച്ചെന്നിട്ട് ഇത് മാറാൻ പറഞ്ഞാൽ എനിക്ക് മാറാൻ പറ്റില്ല എന്ന് തോന്നുന്ന ആശയങ്ങൾ. അപ്പോ നമ്മൾക്ക് നമ്മളെ സ്വാധീനിക്കാവുന്ന വ്യക്തികളിലൂടെ നമ്മുടെ അടുത്തേക്ക് വരിക എന്നുള്ളതാണ്. രണ്ടാമത് അവർ സ്വീകരിച്ച രീതി എന്താ അറിയോ? വെല്ലുവിളിയും ഭീഷണിയും മുഴക്കി എന്നുള്ളതാണ്. അവർ വീണ്ടും അബൂ ത്വാലിബിന്റെ അടുത്ത് വന്നു, ഞങ്ങൾ നിങ്ങളെ വന്ന് കണ്ടതാണ്, നല്ലൽക്ക് പറഞ്ഞതാണ്, ഇനി നല്ലൽക്ക് നടക്കൂലെങ്കിൽ ഞങ്ങളെ പണി നോക്കുന്ന പറഞ്ഞ വാചകത്തിന്റെ അർത്ഥം, യാ അബൂ ത്വാലിബേ ഇന്നലക സിന്നൻ വ ശറഫൻ വ മൻസിലതൻ ഫീന, നിങ്ങൾക്ക് നല്ല പ്രായമുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രായമുള്ള ആള് നിങ്ങളാണ്. മാത്രമല്ല ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും സ്ഥാനമുള്ള ആള് നിങ്ങളാണ്, ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും മുതിർന്ന കാരണവർ നിങ്ങളാണ്. നിങ്ങളെ അനിയന്റെ മോനെ അടക്കി നിർത്തണം എന്ന് ഞങ്ങൾ നിങ്ങളോട് വന്ന് പറഞ്ഞിരുന്നു, പക്ഷേ നിങ്ങൾ അവനെ വിലക്കിയിട്ടില്ല. ഇനി ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ അവനെ നശിപ്പിക്കും, വേണ്ട പണിയെടുക്കും എന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ പറയണം. അപ്പോ അബൂ ത്വാലിബിന് വലിയ വിഷമമുണ്ടായി. തന്നെ ബഹുമാനിക്കുന്ന മനുഷ്യന്മാരൊക്കെ തന്റെ സഹോദരന്റെ മോന്റെ കാരണത്താൽ തന്റെ അടുത്ത് വന്ന് വിരല് ചൂണ്ടി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് വിഷമായി. അദ്ദേഹം പ്രവാചകനെ വീണ്ടും പോയി കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, നീ പണി അവസാനിപ്പിക്കണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തോട് വളരെ ശക്തമായി സ്നേഹപൂർവ്വം എനിക്കത് ഉപേക്ഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോ, എങ്കിൽ നീ വിഷമിക്കണ്ട, എന്താ എനിക്ക് താങ്ങാൻ പറ്റാത്തതൊക്കെ എന്റെ തലയ്ക്ക് നീ വെച്ചരല്ല മോനെ എന്നടക്കം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോ പ്രവാചകൻ, നിങ്ങൾ വിട്ടോളൂ, നിങ്ങൾ എന്റെ സംരക്ഷണം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞോളൂ, മുത്താപ്പ വിഷമിക്കണ്ട, ഞാൻ നിങ്ങൾ പറഞ്ഞിട്ട് കേൾക്കണില്ല എന്ന് പറഞ്ഞോളൂ, ഞാൻ ഇതുവറ്റി മുന്നോട്ട് പോകും, നിങ്ങൾ ഒഴിവായിക്കോളൂ എന്ന് പറഞ്ഞപ്പോ അവസാനം അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ കൈവിടില്ല, നിന്റെ കൂടെ ഞാനുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. നമ്മൾ സത്യത്തിന്റെ വഴിയിൽ പോകുമ്പോൾ നമ്മളെ ഭീഷണിപ്പെടുത്താൻ ആളുണ്ടാകും, അല്ലെ? മതപരിവർത്തനം, ഒരാൾക്ക് ഇസ്ലാം സ്വീകരിക്കണം തോന്നുകയാണ്, അപ്പൊ മതപരിവർത്തന നിരോധന നിയമത്തിന്റെ ദണ്ടുപയോഗിക്കും, ലവ് ജിഹാദിന്റെ ആക്ഷേപങ്ങൾ വരും. ഒരാൾ തൗഹീദിന്റെ വഴിയിൽ വരുമ്പോ അയാളെ പല നിലക്കും ഭീഷണിപ്പെടുത്തും, അല്ലെ? എന്റെ മോളെ കല്യാണം എങ്ങനെ നടത്തുക, നീ മരിച്ച ആരാ നിന്നെ മറവിയ, ഈ ജാതി ചോദ്യങ്ങളൊക്കെ ഉണ്ടാകും. ഈ ജാതി ചോദ്യങ്ങൾക്ക് മുന്നിൽ മുട്ടടിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മളെ കല്യാണം ആരും എവിടെ ഒരു പേപ്പറിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും ഇസ്ലാമികമായിട്ടത് കല്യാണമാണ് കേട്ടോ, ഇസ്ലാമികമായിട്ടത് കല്യാണമാണ്, ഒരു പ്രശ്നമല്ല. ഞാൻ ഈ നാട്ടില് കല്യാണം നടന്ന ആളാണ്, നമ്മളെ നാട്ടിൽ കല്യാണം നടന്ന ആളാണ്. അപ്പോ എന്റെ കല്യാണം എവിടെയും ആ സമയത്ത് രജിസ്റ്റർ ചെയ്തിട്ടില്ല, ആ ദിവസങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് വിവാഹം എന്നത് വീടാതിരിക്കുന്നില്ല. ഞാൻ അതെന്തിനാ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഒരാൾക്ക് ഇസ്ലാമിനെ സ്വീകരിക്കേണ്ടാത്ത ഒരു സാഹചര്യമോ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ വഴി സ്വീകരിക്കേണ്ടാത്ത ഒരു സാഹചര്യമോ ഇല്ല എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്, മനസ്സിലായില്ലേ? ഇനി നിന്നെ മറവിയൂല എന്നാണ്. മഞ്ചേരിയിലെ കോടതി മുറിയിൽ ഒരു ഫയൽ കിടക്കുന്നുണ്ട്. മുത്തന്നൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു മനുഷ്യൻ ഇസ്ലാം ഈ തൗഹീദിന്റെ വഴി സ്വീകരിച്ചു. അയാൾ അത്രയും കാലം ഉണ്ടായിരുന്ന അയാളുടെ നാട്ടിലെ പള്ളിയുടെയും അയാളുടെ നാട്ടിലെ നിലപാടുകളുടെയും വഴി ഉപേക്ഷിച്ചു. അപ്പോ അയാളുടെ മയ്യത്തും കൊണ്ട് മറവ് ചെയ്യാൻ വേണ്ടി വന്നപ്പോ അന്നത്തെ ആ നാട്ടിലെ പള്ളി മഹല്ല് കമ്മിറ്റി അംഗങ്ങൾ ആ മയ്യത്തെടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവച്ചു. വീട്ടുകാർ വീണ്ടും പള്ളി കൊണ്ടുവച്ചു. ഇത് 2-3 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അവസാനം കലക്ടറുടെയും കോടതിയുടെയും നിയമത്തിന്റെയും ഒക്കെ പരിരക്ഷയിൽ അതേ മക്ബറയിൽ, അതേ ഖബർസ്ഥാനിൽ, അതേ മണ്ണിൽ ആ മനുഷ്യന്റെ മയ്യത്വം വെച്ച് അന്നത്തെ തൗഹീദിന്റെ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ആളുകൾ വേഗം വാതിലടച്ച് ഒളിഞ്ഞിരിക്കല്ല ചെയ്തത്. അവര് വീണ്ടും ശക്തമായി പ്രവർത്തിച്ചു, ശക്തമായി മുന്നോട്ട് പോയി, അല്ലെ? ഇന്ന് ആ പ്രദേശങ്ങളിലൊക്കെ എത്രയോ പള്ളികളും സംവിധാനങ്ങളുമായി. നമ്മുടെ നാട് മുഴുവൻ ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, ഓരോ കാലത്തും തൗഹീദിന്റെ ആശയാദർശങ്ങളെ സ്വീകരിക്കുന്നവർക്ക് പ്രതിരോധങ്ങളെ നേരിടേണ്ടി വരും. അതാണ് ഒരു പ്രവാചകൻ പോലും ഹിജറ ചെയ്യാത്തതില്ല എന്ന് പറഞ്ഞത്. ഒരു നബി പോലും ഇല്ല ഹിജറ ചെയ്യാത്തത്. എല്ലാ നബിമാരും ഹിജറ ചെയ്തിട്ടുണ്ട്. എന്താ, ആ പ്രവാചകന്മാരുടെ ശൈലി മോശം കൊണ്ടാണോ? അവരുടെ ജീവിതത്തിലുള്ള എന്തെങ്കിലും മോശം പ്രവർത്തനം കൊണ്ടാണോ? ഒരിക്കലുമല്ല. ഓരോ പ്രവാചകന്മാരെയും ആ ജനത വലിയ നിലക്ക് ഏറ്റെടുത്തിട്ടുണ്ട് അവരുടെ ജീവിതത്തിന്റെ ആദ്യഘട്ടത്തിൽ. പിന്നെ ഈ സത്യം അവർ പറഞ്ഞപ്പോ ആ ജനതകൾ അവരെ ബഹിഷ്കരിക്കുന്നതാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. അപ്പൊ ആ നിലക്ക് നമുക്ക് കൃത്യമായി കാണാൻ പറ്റും. ഭീഷണിയും വെല്ലുവിളിയും ഒക്കെ പല നിലക്കും വരുന്ന സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇനി മൂന്നാമത്തെ കാര്യം എന്താ അറിയോ? ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള തെറ്റായ ആരോപണങ്ങളാണ്. ജനശ്രദ്ധ തിരിച്ചുവിടാൻ ഇല്ലാത്ത ആരോപണങ്ങളിൽ തലയിൽ വെച്ച് കെട്ടിത്തരിക, എന്നിട്ട് ജനങ്ങളത് വിശ്വസിക്കുക. പ്രവാചകനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഇന്നക്കല മജ്നൂൻ, നീ ഭ്രാന്തനാണ് എന്ന് പറഞ്ഞു, നീ ജിന്ന് ബാധിച്ച ആളാണെന്ന് പറഞ്ഞു.
നിന്റെ ഉള്ളിൽ ജിന്ന് കയറി നീ എന്തൊക്കെയോ പറയുകയാണെന്ന് പറഞ്ഞു. അല്ലേ? നമ്മുടെ നാടുകളിൽ ഇത്തരം അവസ്ഥകളുണ്ട്. എനിക്ക് വളരെ അടുത്തൊരു പ്രദേശത്തെ ഒരു കുട്ടി കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വേണ്ടി വന്നിരുന്നു. അവന് പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോകാൻ സമയം ഉണ്ടാകലില്ല കേട്ടോ. ഞാൻ അവന്റെ ബന്ധുക്കൾക്കോ കുടുംബക്കാർക്കോ ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ ഓൺലൈനിൽ തന്നെ കേൾക്കുകയാണെങ്കിൽ മനസ്സിലായിക്കോട്ടെ എന്ന് എഴുതിയിട്ട് തന്നെ പറയണേ. എല്ലാ അടിക്കേസിലും എല്ലാ ബഹളത്തിലും ഉണ്ടാകും. പോലീസുകാർക്കൊക്കെ നല്ല പരിചയമുള്ള കുട്ടിയാണ്. പക്ഷെ അവന് ഒരു ജീവിതത്തിലുണ്ടായ ഒരു പ്രത്യേക അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അവൻ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, ചില കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടു, ചില ഖുതുബകളൊക്കെ കേട്ടു. അങ്ങനെ അവൻ ശരിയായ ദിശയിൽ വന്നു. ഇപ്പൊ അവനെ പറ്റിയുള്ള കംപ്ലൈന്റ് എന്താ അറിയോ? അവനെ പറ്റിയുള്ള അവന്റെ സുജൂദൊക്കെ ഭയങ്കര നീളം കൂടുതലാണ്. എന്തിനാ അങ്ങനെ സുജൂദ് ചെയ്യണു? എന്തിനാ അങ്ങനെ തിങ്കളാഴ്ച സുന്നത്ത് നോമ്പ് കൊടുക്കണു? എന്താ ഇതിന്റെ പരിപാടി? കുടുംബത്തിലെ സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ അവൻ പാലിക്കുന്ന ഒരു ദൂരമുണ്ട് കേട്ടോ. ആ ദൂരം അവൻ പാലിക്കുമ്പോ അത് പ്രശ്നമാണ്. ഇത് ഞാൻ പറയുന്നത് ഓരോ വ്യക്തിയും അയാളുടെ ജീവിതത്തിൽ ശരിയായ വശം ഉൾക്കൊള്ളുമ്പോ അയാൾക്ക് പട്ടാണ് എന്നാ പറയാം, അവന് പിരാന്താണ് എന്ന് പറയണേ സാഹചര്യത്തിൽ കാര്യങ്ങളെത്തും. രണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിഹ്ർ ബാധ്യതനാണ് എന്ന് പറഞ്ഞു. അല്ലെ? വാജിബു അൻജാഹു മുൻദിറുൻ മിൻഹു ഖാലൽ കാഫിറൂൻ ഹാദാ സാഹിറുൻ കദ്ദാബ്. പ്രവാചകൻ ഒരു സാഹിറാണ്, ഒരു മാരണക്കാരനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്ന അവസ്ഥയുണ്ടായി. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ആളുകൾക്ക് വെളിച്ചം കിട്ടുമ്പോ ആ വെളിച്ചം കിട്ടിയ മനുഷ്യന്മാരെ സ്വീപ്പാക്കാൻ പിന്നെ ഓരോ തലയിണയുടെ ചോട്ടില് കൊണ്ടുപോയിട്ട് ഓരോ സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്യലാണ്. ഇവിടെ ഇരിക്കണ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. എന്താ, അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ തലയിണയുടെ അടിയിൽ നിന്ന് കിട്ടിയതാ എന്ത്, കുറച്ച് തേനൊക്കെ പുരട്ടിയിട്ട് ഒരു സാധനം. എന്റെ ഫോണിലുണ്ട് സാധനം കിടക്കണ്. എന്താ കിട്ടിയ എന്താ നമ്മൾ ചെയ്യണ്ടു? കിട്ടിയ എന്താ ചെയ്യണ്ടു? നന്നായി ആയത്തുൽ കുർസി ഓതുക, മുഅവ്വിദത്തൈനി ഓതുക, പിശാചിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സംഗതികളൊക്കെ ഓതുക, എന്നിട്ട് അത് നശിപ്പിക്കുക, അത് കുഴിച്ചു മൂടുക. അതാണ് ചെയ്യേണ്ടത്. സിഹർ ചെയ്യാൻ, മനുഷ്യന്മാരെ വശീകരിക്കാൻ ഓരോ ഉസ്താദുമാരെടുത്ത് ചെല്ലുമ്പോൾ നാട്ടിലെ കാര്യമാണ് ഈ പറയണത്. നമ്മളെ നാട്ടിൽ ഈ സൊഫിൽ ഇരിക്കണേ മനുഷ്യന്മാരെ കാര്യം പറയണേ. ഇതൊന്നും ജനതയോട് പറയില്ല. ഇതൊക്കെ ഓരോ ഉസ്താദുമാരെടുത്ത് എന്നിട്ട് ഈ വിഷയം ഞാൻ എടുക്കാനുള്ള കാരണം അതാണ്. മനസ്സിലായില്ലേ? ഇതൊക്കെ അനുഭവിച്ചും സഹിച്ചും ഏതോ ഒരു നിക്കാഹിന്റെ സമയത്ത് ഏതോ ഒരു ബുക്ക് വരില്ല എന്ന് വിചാരിച്ചിരിക്കേണ്ട അവസ്ഥ ഒരാൾക്കില്ല. ബുക്ക് ഇവിടെ ഉണ്ട്, രജിസ്റ്റർ ബുക്ക് ഇവിടെ ഉണ്ട്. മനസ്സിലായില്ലേ? ഇവിടെ അപ്പുറത്തെ ഷെൽഫിൽ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക, നമ്മളെ പരലോകം നമ്മൾ കളയരുത്. ഇതൊക്കെ ചരിത്രത്തിൽ കഴിഞ്ഞു പോയതാണ് കേട്ടോ. പിന്നെ റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞത് കെട്ടുകഥകളാണ്. ഇതെവിടുന്നോ കട്ടെടുത്ത കെട്ടുകഥകളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ആക്ഷേപങ്ങൾ ഉണ്ടായി. മാത്രല്ല ഇത് പ്രവാചകൻ തന്നെ എഴുതിണ്ടാക്കിയതാണ് എന്നില്ലേ? ഖുർആനിനെ കുറിച്ച് പ്രവാചകൻ എഴുതിയതാണെന്നുള്ള ആക്ഷേപം ഇന്നും ഏറെ നിലനിൽക്കുന്നുണ്ട്. ഇസ്ലാം വിമർശകർ ശക്തമായി അത് തെളിയിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എന്താ, മറിയം ബീവിയെ കുറിച്ച് പറഞ്ഞെടുത്ത് യാ ഉഖ്ത ഹാറൂൻ, ഹാറൂനിന്റെ സഹോദരി എന്നൊരു പ്രയോഗമുണ്ട്. യാ ഉഖ്ത ഹാറൂൻ. എന്നിട്ട് ഇവിടുത്തെ ഇസ്ലാം വിമർശകരുടെ വിമർശനം എന്താ? ഞങ്ങളിവിടെ CRE ക്ലാസ്സിലെ കുട്ടികൾ ഇതൊക്കെ പഠിച്ചു കേട്ടോ. CRE ക്ലാസ്സിലെ കുട്ടികൾ ഈ പോയിന്റ് ഞങ്ങൾ പോയിട്ട് ചെന്ന് ചോദിച്ചവർ പറഞ്ഞുതരും. എന്താണ്, മറിയമ്മിന് അങ്ങനെ ഹാറൂൻ എന്നൊരു സഹോദരി ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഈ ആക്ഷേപം വരിക? ബൈബിള് നോക്കി എഴുതിയപ്പോ, കട്ട് എഴുതിയപ്പോ വന്നതാണെന്നാണ് ആക്ഷേപം. യഥാർത്ഥത്തിൽ ബൈബിൾ പ്രകാരം തന്നെ ഉള്ള എന്താ അറിയോ? മറിയം ബീവി ജീവിച്ചിരുന്ന കാലത്ത് നല്ല മനുഷ്യന്മാരെ പറ്റി പറയാൻ വേണ്ടി നീ ഹാറൂന്റെ സഹോദരിയാണ്, നീ ഹാറൂന്റെ മോനാകാൻ മാത്രം സ്ഥാനമുള്ള ആളാണ്, നീ ഹാറൂനിന്റെ പെങ്ങളാകാൻ മാത്രം സ്ഥാനമുള്ള ആളാണെന്നൊക്കെ അന്നൊരു പ്രയോഗം അവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിന്റെ പ്രയോഗത്തെ പോലും അക്ഷരാർത്ഥത്തിൽ സൂക്ഷ്മമായി റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിൽ കൊണ്ടുവന്നു അതിന്റെ അർത്ഥം. ഇസ്ലാമിന്റെ ശത്രുവിനെതിരായിട്ടാണ് ആ തെളിവ് മാറുന്നത്. അപ്പോ പകർത്തിയെഴുത്തുകൾ ഉണ്ടായി എന്ന ആക്ഷേപങ്ങൾ ഇന്നും തുടരുന്നുണ്ട് അല്ലെ? പിന്നെന്താ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയിട്ട് പറഞ്ഞേ ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഉപയോഗിച്ച 7ാമത്തെ പോയിന്റ് എന്താ? കാക്കക്കാരണവന്മാരുടെ മാർഗത്തെ തള്ളണോനാണ് ഇവനെന്നാ. കാക്കക്കാരണവന്മാരുടെ മാർഗത്തെ അള്ളാഹ് ഇറക്കിയ ഗ്രന്ഥത്തെ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ ഖാലു ബൽ നത്തബിഉ മാ അൽഫൈന അലൈഹി ആബാഅന, ഞങ്ങളെ കാക്കക്കാരണവന്മാരുടെ മാർഗം മതി ഞങ്ങൾക്ക് പറയണില്ലേ? നമ്മളെ കുടുംബ വീടുകളിൽ കേൾക്കണില്ലേ? നമ്മളെ വാപ്പാന്റെ വാപ്പിയൊക്കെ ഖുതുബിയ തുറാത്തീബ് നബിദിനൊക്കെ കഴിച്ചവരാണ്. അത് ഒഴിവാക്കിയിട്ട് ഇത് സ്വീകരിക്കപ്പോ വാപ്പ നരകത്തിലാണോ? അല്ലേ? വാപ്പാന്റെ വാപ്പ നരകത്തിലാണോ? ഇത് പ്രവാചകനെ പ്രതിരോധത്തിലാക്കാൻ ശത്രുക്കൾ എടുത്ത ആയുധമായിരുന്നു. മൂസാ അലൈഹി ഇസ്ലാമിയോടും ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാനിവിടെ 7 പോയിന്റുകൾ പറഞ്ഞത് 3ാമത്തെ ഒരു രീതിയാണ് ജനശ്രദ്ധ തിരിക്കാൻ തെറ്റായ ആരോപണങ്ങൾ ഉണ്ടാക്കുക. അല്ലെ? ദിക്റില്ലാത്തവരാണ്, ദുആ ഇല്ലാത്തവരാണ്, തസ്ബീഹിൽ ഈ ഖുതുബ കേൾക്കണ ആർക്കും അത് പറയാൻ പറ്റില്ലല്ലോ, ദിക്റും ദുആയും സ്വലാത്തൊന്നും ഇല്ലാത്തവരാണെന്ന്. അപ്പോ വിഷയങ്ങൾ ശരിയായി മനസ്സിലാക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ശരിയായ രൂപം. മറ്റു 4ാമത്തെ കാര്യം എന്താ? ശക്തമായ പരിഹാസമാണ്. ശക്തമായ പരിഹാസം. പ്രവാചകന്റെ മകൻ ഖാസിം മരിച്ചു. ഖാസിം മരിച്ചപ്പോ അൽ ആസ് ബിൻ വായിൽ അസ്സഹമി പറഞ്ഞൊരു വാചകമുണ്ട്, ദഅഉഹു ഫഇന്നഹു അബ്തർ ലാ അഖിബ ലഹു ഫഇദാ ഹലക ഇൻ ഖതഅ ദിക്റുഹു. പ്രവാചകൻ ഖാസിം മരിച്ച ദുഃഖത്തിലാണ് കേട്ടോ. ആ ദുഃഖം നിലനിൽക്കുമ്പോ തന്നെ പറയാണ്, ആ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന അവസ്ഥയിൽ പ്രവാചകന്റെ കാതിലെത്താണ് ആര്? ആസിം പറഞ്ഞ വാചകം, ദഅഉഹു, ഓനെ ഒഴിവാക്കി, ഓനെ വിട്ടളി. എന്താ? ഫഇന്നഹു അബ്തറു, അവൻ വാലറ്റവനാണ്, അവനെ ശേഷം ആരുമില്ല. ഓലാകെ 3 ആളുള്ളു, ഓലത് തീർന്നു. ഓരാകെ 3 ആളുള്ളു, ഓലത് തീർന്നു. ഇതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടോടെ വരാൻ പോണില്ല. നമ്മൾ അതിനോട് പ്രതികരിക്കാൻ പോണ്ട കേട്ടോ.
നമ്മള് അതിനോട് പ്രതികരിക്കാൻ പോണ്ട. ഫൈദ ഹലഖ ഇൻഖതഅ ദിക്റുഹു, ഓമന്റെ കാലം കഴിഞ്ഞാൽ വിഷയം തീർന്നു, മക്കളൊന്നുമില്ലല്ലോ. അത് ആദർശ പ്രസ്ഥാനം എന്ന് പറയുന്നത് പെറ്റുപെരുകി വലുതാകണതാണെന്നാണ് ജനം വിചാരിക്കണത്. പെറ്റുപെരുകി വലുതാകണതല്ല, ഇത് പടർന്ന് പന്തലിച്ച് ആശയ പ്രചാരണം നടക്കുന്ന ഒരു മഹാസത്യമാണ്. ആ ഒരു ബോധ്യം നമുക്ക് വേണം. അപ്പോഴാണ് ഖുറാനിലെ ഏറ്റവും ചെറിയ സൂറത്ത് ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. അങ്ങേ ആക്ഷേപിച്ചവനാണ് വാലറ്റ് പോയവൻ, അവനാണിനി ഒരു പേര് ഊരൊന്നും ഇല്ലാതിരിക്കുക, ഒരു സൽപ്പേരും ഇല്ലാതിരിക്കുക അവനാണ് എന്ന ആയത്തൊക്കെ ഇറങ്ങുന്നത് അപ്പോഴാണ്. മാത്രമല്ല നമുക്ക് പരിഹാസം പിന്നെയും കാണാൻ പറ്റും. വകദാലിക ഫതന്നാ ബഅദഹും ബിബഅദിൻ ലിയഖൂലു ഹൗലാഇ മന്നല്ലാഹു അലൈഹിം. ഈ ആയത്ത് ഇറങ്ങുന്നത് എപ്പോഴറിയോ? പ്രവാചകന്റെ കൂടെ പട്ടിണി പാവങ്ങളും അടിമകളൊക്കെ ആയ ആളുകൾ ഇങ്ങനെ നിൽക്കാണ് കഅബാലയത്തിലെ. ആരുള്ള ബിലാൽ, അമ്മാർ, യാസിർ ഒക്കെ അതിദരിദ്രന്മാരും പാവങ്ങളും പട്ടിണി പാവങ്ങളും ഖുറൈശി മക്കയിൽ ഒരു കിലോമീറ്റർ പരിസരത്ത് പോലും ആർക്കും അറിയാത്തവരും നാടും പേരും ഊരും കുടുംബവും മാഹാത്മ്യമൊന്നും ഇല്ലാത്തവരായ ഒറ്റപ്പെട്ട കുറച്ച് വേറെ പലരുടെയും വീട്ടിൽ പണിക്ക് നിന്നിരുന്ന ആൾക്കാരാണ് പ്രവാചകന്റെ കൂടെ കഅബാലയത്തിൽ ഇങ്ങനെ വട്ടം ചുറ്റി നിൽക്കുന്നത്. അപ്പൊ അവർ നടത്തിയൊരു പ്രയോഗമാണ് ബൽ ഖാലഹ അബൂജഹൽ ഔ കഅബ് ഇബ്നു അഷ്റഫ്. കഅബ് ഇബ്നു അഷ്റഫ് അബൂജഹലോ പറയാണ് അബഗൈറുഹും മിൻ പിന്നെ അഅദാഇ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ ശത്രുക്കൾപ്പെട്ട ആളുകൾ പറയാണ് എന്താണ്, അഹൗല ഇല്ലദീന മന്നല്ലാഹു അലൈഹിം മിൻ ബൈനിനാ. ഇവർക്കാണോ പടച്ചോന്റെ വലിയ റഹ്മത്തും ബർക്കത്തൊക്കെ ഇറങ്ങിയത്? ഈമാൻ എന്ന് പറഞ്ഞ വലിയ അനുഗ്രഹം ഇവർക്കാണോ ഇറങ്ങിയത്? ആർക്ക്? ദുർബലന്മാർക്ക്. ലൗ കാന ഖൈറൻ മാ സബഖ്നാ ഇലൈഹി ഹൗലാഇ. ഇത് ഖൈറാണെങ്കിൽ ഇവരല്ല ഇത് സ്വീകരിക്കുക. അപ്പോ ഇവരടുത്തൊന്നും ഞങ്ങൾക്ക് ഇത് കിട്ടിയിട്ട് വേണ്ട എന്നവർ പറഞ്ഞിരുന്നു എന്നാണ്. മാത്രമല്ല അബൂജഹൽ കളിയാക്കാൻ വേണ്ടി പറയും അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ് മിൻ ഇന്ദിക്. അവർ അള്ളാഹിനെ വിശ്വസിച്ചല്ലോ, അവരും വിശ്വസിച്ചിട്ടുണ്ട് അള്ളാഹുവിൽ, പക്ഷെ അവരുടെ വിശ്വാസത്തിന് കുഴപ്പമുണ്ടെന്ന് മാത്രം. അപ്പോ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ് മിൻ ഇന്ദിക്, ഇത് നിന്റെ അടുത്ത് നിന്നുള്ള സത്യമാണെങ്കിൽ പടച്ചോനെ ഫംതിർ അലൈനാ ഹിജാറത്തൻ മിനസ് സമാ, ഞങ്ങൾക്ക് നീ ആകാശത്ത് നിന്ന് കല്ലുമഴ കൊണ്ടാ, ഔ ഉത്തിനാ ബിഅദാബിൻ അലി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വലിയ ശിക്ഷ കൊണ്ടാ, എന്നാലും വേണ്ടല്ല, ഞങ്ങളിത് എടുക്കണില്ല. എന്നിട്ട് പരിഹസിച്ച് ചിരിച്ചിരുന്നു എന്നാണ് കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഹസിച്ച് ചിരിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി അഞ്ചാമത്തെ രൂപം എന്താ? നബി പറയുന്നത് മുടക്കുക, നബിനെ പറയാൻ സമ്മതിക്കാതിരിക്കുക, നബിന്റെ ഖുർആൻ പാരായണം പ്രസംഗമൊക്കെ നടക്കുന്നിടത്ത് ബഹളം ഉണ്ടാക്കുക. നിങ്ങൾക്ക് എവിടെയെങ്കിലും ബന്ധപ്പെടുത്താൻ പറ്റുമെങ്കിൽ ബന്ധപ്പെടുത്തി ചിന്തിച്ചോളി. വഖാലല്ലദീന കഫറൂ ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ, ഈ ഖുർആൻ കേൾക്കരുത് എന്നവർ പറയും. വലഗൗ ഫീഹി, നിങ്ങൾ ബഹളം ഉണ്ടാക്കണം, ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കണം എന്ന് പറയും. എന്റെ വ്യാഖ്യാനമല്ല, തഫ്സീറുൽ ഖുർത്തുബി അദ്ദേഹത്തിന്റെ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയാ, ഇദാ സമയത്തുൽ ഖുർആന ഫസീഹു ഫീ, നിങ്ങൾ പ്രവാചകൻ ഖുർആൻ ഓതി സംസാരിക്കുന്നത് കണ്ടാൽ നിങ്ങൾ ബഹളം വെക്കണം. വൽഖബു വദ്ഖുലു ഫീഹി ബിൽ മുഖാഇ വത്തസ്ദിയ, നിങ്ങൾ ചൂളം വിളിക്കണം, നിങ്ങൾ കൈകൊട്ടണം, എന്നിട്ട് നിങ്ങൾ ബഹളം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിരുന്നു എന്നാണ്. മനസ്സിലായില്ലേ? അപ്പോ ആ നിലക്ക് നമുക്ക് കാണാൻ പറ്റും. ഇനി ആറാമത്തെ പോയിന്റ് എന്താ? മാനുഷിക ഗുണമുള്ള ആളാണ് നബി, അത് പറ്റൂല എന്നാണ്. നബി ഒരു അസാധാരണത്വമുള്ള ഭയങ്കര ഒരു സംഭവമാകണം. പ്രവാചകൻ അസാധാരണത്വമുണ്ട് അല്ലെ? മുജാഹിദുകൾ സലഫികൾ പ്രവാചകനെ സാധാരണ മനുഷ്യനാക്കി എന്നുള്ള കുറ്റാരോപണം ചില സ്ഥലത്തൊക്കെ കേൾക്കാറുണ്ട്. മക്കയിലെ മുശ്രിക്കെടുത്ത സ്റ്റാൻഡാണത്. എന്താ മക്കയിലെ മുശ്രിക്കെടുത്ത സ്റ്റാൻഡ്? വഖാലു മാലി ഹാദർ റസൂൽ, ഇതെന്ത് നബിയാ, യഅകുലു തആം, ഭക്ഷണം തിന്നുന്നു, വയംശി ഫിൽ അസ്വാഖ്, അങ്ങാടി കൂടെ നടക്കുന്നു, ലൗലാ ഉൻസില ഇലൈഹി മലക്കുൻ ഫയകുൻ മഅഹു നദീറാ. പടച്ചോൻ ഇവിടെ ഹിദായത്ത് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഒരു മലക്കിനെ തന്നെ ഇറക്കുമായിരുന്നല്ലോ എന്നാണ്. ആ മലക്കിനെ ഇറക്കിയിട്ടില്ലല്ലോ എന്നാണ് അല്ലെ? അപ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാനുഷികമായ ഗുണങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യത്തിൽ നമ്മളെ പോലെ തന്നെയാണ്. പ്രവാചകന്റെ കൈ മുറിഞ്ഞാൽ രക്തം വരും, പ്രവാചകന് മറവി ഉണ്ടാകും, പ്രവാചകന് അസുഖം ഉണ്ടാകും, പ്രവാചകന് വേദനകൾ ഉണ്ടാകും. അപ്പോഴേ പ്രവാചകനിലൂടെ ലോകം കേൾക്കുന്ന ഒരു മെസ്സേജ് എല്ലാവർക്കും ഉള്ളതാകുള്ളൂ. മറ്റേത് നബിക്കൊക്കെ ചില സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഉള്ളതാണ്, നമുക്കത് എടുക്കാൻ പറ്റൂല. നബി ഇങ്ങനെ രാത്രി നിസ്കരിക്കണം, അത് നമുക്ക് പറ്റൂല, നബിക്ക് ഒരു പ്രത്യേക അവസ്ഥ ഉണ്ട് എന്നുള്ള അവസ്ഥയുള്ള വരിക. എന്നാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മഹത്വങ്ങളുണ്ട്, പ്രാധാന്യങ്ങളുണ്ട്. പ്രവാചകന്റെ ഉദാഹരണം പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മനീരിനെ കുറിച്ച്, വിയർപ്പിനെ കുറിച്ച് അതിന് മഹത്വമുണ്ട് എന്ന് ഹദീസുകളിൽ കാണാം. നമ്മളെ തലക്കത് പൂർണ്ണമായിട്ട് സ്വീകരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും എണ്ണമറ്റ ഹദീസുകളിലൂടെ പണ്ഡിതന്മാർ സ്ഥിരീകരിച്ച കാര്യമാണ്. അതുള്ളതുകൊണ്ട് വേറെ ആർക്കെങ്കിലും ഉണ്ടോ? സിദ്ദീഖിനുണ്ടോ, ഉമറിനുണ്ടോ, ഉസ്മാനുണ്ടോ, റളിയല്ലാഹു അൻഹും ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. അതെന്തുകൊണ്ടല്ലാത്തത്? അങ്ങനെ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. പ്രവാചകന്റെ മുടിക്ക് മഹത്വം ഉണ്ട്, എന്നിട്ട് അവരാരെങ്കിലും അത് സംരക്ഷിച്ചിട്ടില്ല. ഫളൽ ഉണ്ട് എന്നുള്ളതിന് ഉണ്ട് എന്ന് സമ്മതിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഹദീസ് സ്ഥിരപ്പെട്ടാൽ മതി. അത് നമ്മളെ തലക്ക് കൊണ്ടാലില്ലെങ്കിലും തലയിൽ കയറിയാലില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. മനസ്സിലായില്ലേ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അത്തരം കാര്യങ്ങളൊന്നും പിൻതലമുറയിലേക്ക് സംരക്ഷിക്കപ്പെടേണ്ടതല്ല. ആണെങ്കിൽ സംരക്ഷിക്കപ്പെടുമായിരുന്നു. അത് അവരതിന് മഹത്വം കൊടുത്തു, ആ മഹത്വത്തെ നമ്മൾ അംഗീകരിക്കുന്നു. എന്നാലോ അതൊക്കെ ഉണ്ടെങ്കിലും പ്രവാചകൻ വേറെ ഒരു പകുതി മലക്കാകണം എന്നുള്ള ലെവലിലാണ് ചില ആൾക്കാരുടെ ക്യാമ്പയിൻ ഉണ്ടാകാറുള്ളത്. ഇനി നിങ്ങൾ നോക്കൂ, ഏഴാമത്തെ ഒരു കാര്യം എന്താ അറിയോ? അവരാവശ്യപ്പെട്ടത് ഇതൊക്കെ ഒന്ന് ലയിച്ച് ഒന്നായ മതി എന്നാണ്. ആദർശത്തിൽ വ്യതിരക്തത വേണ്ട, സത്യമായിട്ട് ഇങ്ങനെ വേർതിരിച്ച് നിൽക്കണ്ട എന്നുള്ളതാണ് മക്കയിലെ മുശ്രിക്ക് പ്രവാചകന്റെ മുന്നിൽ വെച്ച ഡിമാൻഡ് കേട്ടോ. എന്താ
ഒരു വീട്ടിലൊരു സംഭവം ഉണ്ടാകുമ്പോ ആ സംഭവത്തിൽ വിയോജിപ്പുള്ള എല്ലാ കാര്യത്തിനും വീട്ടിൽ ഭയങ്കര മ്യൂസിക്കും സംഗീതവും പരിപാടിയൊക്കെയാണ്, കല്യാണത്തിന് പോകില്ല. മ്യൂസിക്കും സംഗീതവും കല്യാണമുള്ളടത്തേക്ക് പോകില്ല. അല്ലാത്ത കാര്യത്തിൽ പങ്കെടുക്കും, അല്ലെ? ഒരു മരണ വീടുണ്ടാകുമ്പോ ആ മരണ വീട്ടിൽ എന്തൊക്കെയാണോ ഹക്കായിട്ടുള്ളത് അതിന്റെയൊക്കെ കൂടെ ഉണ്ടാകും. അത് എന്ത് മഴ പെയ്താലും എന്ത് വെയിലുണ്ടെങ്കിലും എങ്ങനെങ്കിലും സമയം ഉണ്ടാക്കിയിട്ട് തസ്ബീഹത്തിനുണ്ടാകും. അതിന്റെ തൊട്ട് ശേഷമുള്ള പരിപാടിക്ക് ഉണ്ടാവില്ല. എന്താ കാര്യം? അതാ പ്രവാചകന്റെ രീതി. അവരാഗ്രഹിക്കുന്നു നിങ്ങൾ കുറച്ച് വഴങ്ങിക്കൊടുത്തിരുന്നെങ്കിൽ, നബിനോട് പറയാ, നിങ്ങൾ വഴങ്ങിക്കൊടുത്തിരുന്നെങ്കിൽ അവരും വഴങ്ങി തരുമായിരുന്നു. എന്താ അവർ പറഞ്ഞത്? നിങ്ങൾ ലാത്തിനെ ഉസ്സനെയൊക്കെ ഒന്ന് കാണുമ്പോൾ ഇങ്ങനെ കൈവന്തിച്ചാൽ മതി എന്നാവശ്യപ്പെട്ട്. ലാത്തിനെ ഉസ്സനെയൊക്കെ ഒന്ന് കാണുമ്പോൾ ഇങ്ങനെ കൈവന്തിക്കാനുള്ള സമ്മതം നബി കൊടുത്തിരുന്നെങ്കിൽ ഒരു സ്വഹാബിയുടെ മേലെ അവരുടെ കൈ വീഴില്ലായിരുന്നു, ഒരാളും കൊല ചെയ്യപ്പെടില്ലായിരുന്നു, ഒരാളും ആക്രമിക്കപ്പെടില്ലായിരുന്നു, ബദറു ഉഹദു ഹുനൈനും ഖന്തഖും ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ എന്താ ഖുർആൻ കൊടുത്ത മറുപടി? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഓ കാഫിരീങ്ങളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കണേ നമ്മൾ ആരാധിക്കൂല, വലാ അൻതും ആബിദൂന മാ അഅ്ബുദു, ഞാൻ ആരാധിക്കണേ നിങ്ങൾ ആരാധിക്കണില്ല, വലാ അന ആബിദും മാ അബത്തും, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാനും ആരാധിക്കുന്നില്ല, വലാ അൻതും ആബിദൂന മാ അഅ്ബുദു, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളോ ഒന്നും ആരാധിക്കണില്ല, ആരാധിക്കാൻ പറ്റൂല കേട്ടോ. നിങ്ങൾക്ക് ശരിയായ തൗഹീദിലേക്ക് ലക്കും ദീനുക്കും വലിയ ദീൻ, ഏറ്റവും നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി. ആശയത്തിന്റെ കാര്യത്തിൽ അതാണ്. എന്നാലോ ബാക്കിയുള്ള സഹകരണത്തിന്റെ കാര്യത്തിലൊക്കെ ഓക്കെ, ദുന്യവിയായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണോടത്ത് ബാക്കി കാര്യങ്ങളിലൊക്കെ ഈ നിലപാടാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഇനി എട്ടാമത്തെ കാര്യം എന്താ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശയങ്ങളെ ചീത്ത വിളിക്കുക എന്നുള്ളതാണ്. പ്രവാചകന്റെ ആശയങ്ങളെ ചീത്ത, വലാ തജ്ഹർ ബിസ്വലാത്തിക വലാ തുഖാഫിത് ബിഹി വബ്തഗി ബൈന ദാലിക സബീല. നിസ്കാരത്തിൽ വല്ലാതെ ഉറക്കനെ ഓതണ്ട, അതേപോലെ തന്നെ പറ്റെ കുറക്കും വേണ്ട. വളരെ ഉറക്കൻ ഓതണ്ട പറഞ്ഞതിന്റെ കാരണം എന്താ? വളരെ ബഹളുണ്ടാക്കി ഓതണ്ട എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താ? അവർ നിന്റെ ദീനിനെ തെറി വിളിക്കും, നിന്റെ ദീനിനെ ചീത്ത വിളിക്കും. അതുകൊണ്ടാണ്. പിന്നെ പറ്റ കുറക്കണ്ടായിരുന്നതോ കൂടുള്ളവർക്ക് കേൾക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും, അല്ലെ? അപ്പൊ ഈ രാത്രി 10 മണിക്കൊക്കെ ശേഷമൊക്കെ മൈക്ക് ഒന്നിച്ചുകൊണ്ട് തുറന്നിച്ചിട്ട്, അല്ലെ, ആ പ്രദേശം പരിഗണിക്കാത്ത പരിപാടിയൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് ഇവിടെ ഒരു മൈക്ക് വെച്ച് ബാങ്ക് കൊടുക്കാൻ കഴിയാഞ്ഞിട്ടൊന്നുമല്ല. ബാങ്ക് ഇവിടെ ഉണ്ട്, ഓൾറെഡി ബാങ്കുകളൊക്കെ ഉണ്ടല്ലോ. ആ നിലക്ക് തന്നെയാണ് എന്ത് ചെയ്യണത്, നമ്മൾ പോണത്. ആ ബാങ്ക് പിന്നെ റമദാനൊക്കെ വരുമ്പോ ആ ബാങ്കിന്റെ വിഷയത്തിലൊക്കെ പ്രശ്നങ്ങളുണ്ട്, സംശയമൊന്നുമില്ല. അപ്പോ ആ ബാങ്ക് കേൾക്കേണ്ടവരൊക്കെ പൊതുവെ ഇവിടെ ഉണ്ടാകലുണ്ട്. അതുകൊണ്ട് അവർക്ക് വേറെ കൺഫ്യൂഷനും ഇല്ല. ഇനി അങ്ങനെ കൺഫ്യൂഷൻ ആകണ ഒരു അവസ്ഥയ്ക്ക് എത്തുന്ന കാലത്ത് അത്തരം കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇസ്ലാമിന് ഇങ്ങനെ തെറി കിട്ടണ ജാതി നീണ്ട കഥാപ്രസംഗവും പരിപാടി രാത്രി 1 മണിക്കൂർ 2 മണിക്കുള്ളതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ നേരിട്ടത് എങ്ങനെ? അനാവശ്യ ചോദ്യങ്ങളിലൂടെ. എന്താ ചോദ്യങ്ങൾ? വഖാലു ഇദാ ളലൽനാ ഫിൽ അർളി ഇന്നാ ലഫി ഖൽഖിൻ ജദീദ്, ഞങ്ങൾ മരിച്ചതിന്റെ ശേഷം എല്ലെന്ന് പിന്നെ വേറൊരു ജന്മം ഉണ്ടാകുക എന്ന് ചോദിച്ചു. ആ ചോദ്യം എപ്പോഴും ഉണ്ട്, അല്ലെ? പിന്നെ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇസ്ലാം സ്വീകരിക്കണമെങ്കിൽ ഞങ്ങൾക്കൊന്നുകിൽ മലക്കുകളെ കാണിച്ചു തരണം, അല്ലെങ്കിൽ അള്ളാഹിനെ കാണിച്ചു തരണം എന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ ചിന്തിക്കും മനുഷ്യന്മാര്, എന്താ പൊന്നാൻ കാണിച്ചെടുത്തൂടെ നബിക്ക്, അല്ലെ? എന്താ പൊന്നാൻ കാണിച്ചെടുത്തൂടെ എന്ന് ചിന്തിക്കും. പ്രവാചകന്റെ ഉള്ളിലുള്ളവരെ കൺഫ്യൂഷൻ ആക്കാനാണ് ഈ ചോദ്യങ്ങളൊക്കെ ഇട്ടത്. എന്താ പദം നടത്തിക്കൂടെ, സംവാദത്തിന്റെ ആ വെല്ലുവിളി സ്വീകരിച്ചൂടെ എന്നൊക്കെ അങ്ങനെ ഉണ്ടാവുമല്ലോ, അല്ലെ? ഇവിടുത്തെ യുക്തിവാദികൾ ചില സംവാദ വെല്ലുവിളികളൊക്കെ നടത്തുമ്പോ നമ്മളിങ്ങനെ എന്ത് എന്താ സംവാദ വെല്ലുവിളി സ്വീകരിച്ചൂടെ? അത് അവരെ പേടിച്ചിട്ടല്ല. ഇത്തരം വ്യക്തികൾക്ക് സമൂഹം അത്ര തന്നെ അറിയാത്ത ചില വ്യക്തികൾ വെല്ലുവിളിച്ച് വരുമ്പോ അത്തരം വ്യക്തികൾക്ക് വിസിബിലിറ്റി ഉണ്ടാക്കി കൊടുക്കരുത് എന്നുള്ളവർക്കാണ് അതിലെ ബാക്കി സ്റ്റെപ്പുകളൊക്കെ എടുത്തതിന്റെ ശേഷം അതിലേക്ക് പോകാന്ന് പലപ്പോഴും ചിന്തിക്കാറുള്ളത്. ഇനി അന്ത്യദിനത്തെ കുറിച്ച് ചോദിക്കും. ഖുർആൻ ഇങ്ങനെ ഓതുമ്പോ പറയും ഇതൊക്കെ കൂടെ ഒറ്റ ഗ്രന്ഥമായി തരൂ എന്ന് ആവശ്യപ്പെടും, അല്ലെ? ഇങ്ങനെ പലതും. ഇനി 10ാമത്തെ ഒരു രൂപം എന്താ? പ്രീണനമാണ്. എന്താ? യാ ബനാഖി, പ്രവാചകൻ എടുത്ത് ചെല്ലാണ് എന്നിട്ട് പറയാ, നിനക്ക് പൈസ വേണോ? പൈസ തരാ. നിനക്ക് എന്താ വേണ്ടത് എന്തും തരാൻ റെഡിയാ. നിനക്ക് നല്ലൊരു പെണ്ണിനെ വേണോ? പെണ്ണിനെ തരാ. അധികാരം വേണോ? അധികാരം തരാ. ഈ രീതിക്കൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഴപ്പിക്കാൻ നോക്കി. ചെന്ന് ഈ ചോദ്യമൊക്കെ ചോദിച്ചപ്പോ അബൂ വലീദിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളത് കഴിഞ്ഞോ എന്ന് ചോദിച്ചിട്ട് അതേ പറ ഫസ്മഅ മിന്നി. എന്നിട്ട് ഖുർആനിലെ തൻസീലും മിനർ റഹ്മാനിർ റഹീം കിതാബൻ ഫുസ്സിലത് ആയാതുഹു എന്ന് പറയുന്ന ആയത്തുണ്ട് ഓതിയപ്പോ വായ പൊത്തി നനഞ്ഞോ, അതല്ലേ ഓദ്യം ഞാൻ ഇസ്ലാം സ്വീകരിച്ചു പോകും എന്ന് പറഞ്ഞ് വായ പൊത്തിയിട്ട് അദ്ദേഹം ഇറങ്ങി ഓടിയെന്നാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം. ഇനി 11ാമത്തെ കാര്യം പറയാം, ബഹിഷ്കരണം, ശക്തമായ ബഹിഷ്കരണം. ശിഅബ അബൂ ത്വാലിബിലേക്ക് പ്രവാചകനെ ബഹിഷ്കരിച്ചിട്ടുണ്ട്, അല്ലെ? ഒരു തുള്ളി വെള്ളം കൊടുക്കാതിരുന്നിട്ടുണ്ട്. എന്താ? കഅബയിൽ കെട്ടിത്തൂക്കി. അവരോടാരും വ്യാപാരം ചെയ്യരുത്, അവരോട് വിവാഹബന്ധം സ്ഥാപിക്കരുത്, അവർക്കൊരു സഹായവും കൊടുക്കരുത്, അവർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള ബന്ധം വിച്ഛേദിക്കും വരെ എന്ന് ഒന്നിച്ച് കഅബാലയത്തിൽ കരാറ് കെട്ടിത്തൂക്കി. കഅബാലയത്തിൽ ഒരു കരാറ് കെട്ടിത്തൂക്കിയാൽ പിന്നെ ഒരു വ്യക്തി എന്ത് ചെയ്യൂലെന്നറിയോ? അത് ലംഘിക്കൂല. അത്രത്തോളം സ്വഹാബത്ത് പറയാ, ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനില്ലാഞ്ഞിട്ട് ഇലകൾ തിന്നിട്ട് ആട് കാട്ടിക്കും പോലെ ഞങ്ങൾ കാട്ടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാണ്. അപ്പൊ ആ നിലക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ നേരിട്ടിട്ടുണ്ട്. ഇനി 12ാമത്തെ കാര്യം എന്താ? ശാരീരിക പീഡനങ്ങളാണ്. പ്രവാചകന്റെ കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കിയിട്ടുണ്ട്. പ്രവാചകന്റെ മേലെ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. പ്രവാചകന്റെ മകളെ ചവിട്ടി നിലത്തിട്ട് അവരുടെ ഗർഭം അലസിപ്പോയിട്ടുണ്ട്. പ്രവാചകന്റെ മുന്നിൽ തന്റെ പ്രിയപ്പെട്ടവരുടെ കഴുത്തറുത്തിട്ടുണ്ട്.
പ്രവാചകന്റെ സ്വഹാബത്തിനെ അവരെ ഹിജ്റ പോയ സ്ഥലങ്ങളിൽ പോയി അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നീളുന്ന ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത്തരം ധാരാളം ക്രൂരമായ പീഡനങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ചിട്ടാണ് ഇസ്ലാം നമ്മുടെ അടുത്ത് വന്നത്. അതുകൊണ്ട് ഇസ്ലാം അനുഷ്ഠിച്ച് ജീവിക്കുന്നിടത്ത് കുറച്ച് കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാകും. അത് ജീവിതത്തിൽ അതിജയിക്കാൻ മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണേ എന്ന് എല്ലാ സത്യവിശ്വാസികളെയും സത്യവിശ്വാസികളെ ഒരിക്കൽ കൂടി ഉണർത്താൻ ഉപദേശിക്കുകയാണ്. മറ്റൊരാളുടെ അസാന്നിധ്യത്തിൽ അയാൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ മുമ്പും പഠിച്ചതാണ്, ഞാൻ ഇടക്കൊന്നുകൂടി ഓർമ്മയൊക്കെയാണ്. എന്താണ്, നമ്മള് മറ്റൊരാളുടെ അസാന്നിധ്യത്തിൽ, ഒരാൾ ഇവിടെ അല്ല, നമ്മളയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അറിയില്ല, ഇവിടെ അല്ല എന്നുള്ള മാത്രമല്ല നമ്മളയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അയാൾ അറിയാതെ പ്രാർത്ഥിച്ചാൽ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അയാളുടെ രോഗം മാറട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഇയാൾക്ക് നിനക്ക് ആ രോഗം വരാതിരിക്കട്ടെ എന്ന് മലക്ക് പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ 2-3 സുഹൃത്തുക്കൾ, നമ്മുടെ ഒരു സഹോദരി ഹോസ്പിറ്റലിലാണ്, അതേപോലെ നമ്മുടെ ഒരു സഹോദരന്റെ ഉപ്പ രോഗബാധിതനാണ്, നമ്മുടെ ഒരു സഹോദരന്റെ മോൾ രോഗബാധിതയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് അവർക്കൊക്കെ വേണ്ടി ആത്മാർത്ഥമായി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ മാത്രം ആമീൻ പറഞ്ഞു പോകുക എന്നുള്ളതല്ല, മറിച്ച് നമ്മളെല്ലാവരും നമ്മുടെ ഒരു സ്വകാര്യതയിൽ വിഷമാനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി, ലോകത്തെമ്പാടുമുള്ള വിശ്വാസികൾക്ക് വേണ്ടി, നമ്മുടെ നാട്ടിലെ സുരക്ഷിതമായ പ്രയാണങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഉണ്ടാകണം എന്നുള്ളൊരു പോയിന്റാണ് രണ്ടാമത്തെ ഖുത്ബയിൽ ഉണർത്താനുള്ളത്. അള്ളാഹു അവന്റെ യഥാർത്ഥ മുഅ്മിനുകളിൽ, മുഖ്ലിസുകളിൽ, മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. രോഗത്തിന്റെ പീഡകൾ അനുഭവിക്കുന്ന, രോഗത്തിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് പൂർണ്ണമായ ശമനം അതിവേഗം പ്രദാനം ചെയ്യുമാറാവട്ടെ. കുടുംബങ്ങളിലേക്ക്, കുട്ടികളിലേക്ക്, മക്കളിലേക്ക് വേഗത്തിൽ തിരിച്ചെത്തി ആശ്വാസപൂർവ്വം സന്തോഷപൂർവ്വം നമ്മളോടൊപ്പം ചേരാനുള്ള തൗഫീഖിനെ അവർക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, രോഗബാധിതരിൽ രോഗപീഠകൾ അനുഭവിക്കുന്നവരുടെ കാര്യത്തിൽ ഏറ്റവും ഹൈറായ കാര്യങ്ങൾ നീ നിശ്ചയിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ മുഅ്മിനുകളിൽ, മുഖ്ലിസുകളിൽ, മുത്തഖീങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണ റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ വഴിയിൽ സഞ്ചരിച്ച് യഥാർത്ഥ വിശ്വാസികളായി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖിനെ നീ പ്രദാനം ചെയ്യണ റഹ്മാനെ. ഞങ്ങളുടെ പ്രവാചകൻ അനുഭവിച്ച ജീവിതത്തിലെ വ്യത്യസ്ത അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏറ്റവും ശരിയായ ദിശയിൽ തൗഹീദിന്റെ വഴിയിൽ അടിയുറച്ചു നിൽക്കാനുള്ള മനക്കരുത്തിനെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ പ്രദാനം ചെയ്യണ റഹ്മാനെ. മനക്കരുത്തിനെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ പ്രദാനം ചെയ്യണ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ അഇസ്ൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വദിൽ ശിർക്ക് വൽ മുശ്രിക്കീൻ, റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.